ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സേഫ്റ്റിയുടെ കാര്യമൊക്കെ വെച്ച് കൂടുതൽ ആളുകളും ഇന്ന് ടാറ്റയിലേക്കും മഹീന്ദ്രയിലേക്കും വരെ പോകുന്നുണ്ടെങ്കിലും ഈ ഒരു കമ്പനിയുടെ വാഹനങ്ങൾക്ക് മാത്രം ഒരു തകർച്ചയും വന്നിട്ടില്ലെന്നതാണ് ഒരു പരമമായ സത്യം. ഈ പറഞ്ഞു വരുന്നത് രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കിയുടെ കാര്യമാണ് ഈ പറഞ്ഞു വരുന്നത്. ഇന്നും ഒരു കാർ വാങ്ങാൻ പ്ലാൻ ഇട്ടാൽ നമ്മൾ പലരുടെയും ആദ്യത്തെ ചോയ്സ് മാരുതി തന്നെയായിരിക്കും. എത്ര സേഫ്റ്റിയും കാര്യങ്ങളും എതിരാളികൾ ഉയർത്തിപ്പിടിച്ചാലും മൈലേജ് ഇല്ലാത്ത മോഡലുകൾ വാങ്ങാൻ ആളുകൾക്ക് ഇന്നും വലിയ താല്പര്യമില്ലാത്ത അവസ്ഥയാണ്. എന്നാൽ സുരക്ഷയുടെ കാര്യത്തിൽ മുമ്പത്തേക്കാൾ എത്രയോ മടങ്ങ് മിടുക്കന്മാരാണ് മാരുതി എന്ന സത്യവും ഓർമ്മിക്കാതിരിക്കാനും വയ്യ. എന്തായാലും ഇപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് സ്വിഫ്റ്റിൻ്റെ പുതിയ തലമുറ മോഡലിനെയാവും. മാത്രമല്ല, ആഗോളതലത്തിൽ അരങ്ങേറ്റം കുറിച്ച് ഹാച്ച്ബാക്ക് അധികം വൈകാതെ ഇന്ത്യയിലും എത്തും. മാരുതിയുടെ സ്വിഫ്റ്റ് ഹാച്ച്ബാക്കിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ ഒന്നെങ്കിൽ ഐക്കാർട്ടിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, പോയി കാണുക. എന്നാൽ ഇവന്റെ ചേട്ടനായി അറിയപ്പെടുന്ന ഡിസയറിനെയും കാത്തിരിക്കുന്നവർ ഏറെയാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സെഡാൻ പുതുതലമുറയിലേക്ക് ചേക്കേറുമ്പോൾ പ്രതീക്ഷകളും ഏറെയാണ്. ഈ വർഷം വിപണിയിൽ എത്തുന്നതിന് മുന്നോടിയായി കാറിന്റെ പരീക്ഷണയോട്ടവും നിരത്തുകളിൽ ആരംഭിച്ചിരിക്കുകയാണ് സുസുക്കി. നേരത്തെ സ്വിഫ്റ്റിന്റെ പരീക്ഷണയോട്ടം അവസാന ഘട്ടത്തിൽ എത്തിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഡിസയറിലേക്ക് കമ്പനി ശ്രദ്ധ കൊടുത്തിരിക്കുന്നത്. നിലവിലേതിന് സമാനമായി സ്വിഫ്റ്റിനെ അടിസ്ഥാനമാക്കി തന്നെയാണ് ഡിസയറും പണി കഴിപ്പിച്ചിരിക്കുന്നത്. വലിയ ഗ്രിൽ ഫീച്ചർ ചെയ്യുന്ന 4ാം തലമുറ സ്വിഫ്റ്റിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് പുതിയ ഡിസയറിന്റെ എക്സ്റ്റീരിയർ. സ്റ്റൈലിംഗ് ശ്രദ്ധേയമായി സുസുക്കി ലോഗോ ഇപ്പോൾ ഗ്രില്ലിന് പുറത്തായി തന്നെയാവും ഇടം പിടിച്ചിരിക്കുന്നത്. കാറിലെ ക്ലാംഷെയിൽ ബോണറ്റ് മസ്കുലർ ടച്ചാണ് സമ്മാനിച്ചിരിക്കുന്നതെന്ന് സ്പൈ ചിത്രങ്ങൾ സൂചന നൽകിയിട്ടുണ്ട്. ഡിസയറിന് തന്നെ മുൻഗാമിയേക്കാൾ കൂടുതൽ കരുത്തുറ്റ രൂപം നൽകാൻ ഇക്കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കോമ്പാക്റ്റ് സെഡാന്റെ ലോവർ ബമ്പർ സ്പോർട്ടിയറായ കട്ടുകളും ക്രീസുകളുമായിരിക്കും യൂസ് ചെയ്യുക. ഡിസയറിന് മാത്രമുള്ള 5 സ്പോക്ക് അലോയ് വീലുകളിൽ നിന്ന് ഡിസയറിനെ വേറിട്ട് നിർത്തുന്ന കാര്യമാണിത്. ഫ്രണ്ട് ഫാസിയ സ്വിഫ്റ്റിനോട് സാമ്യമുള്ളതുകൊണ്ട് തന്നെ സൈഡ് പ്രൊഫൈൽ കാര്യമായ വ്യത്യാസങ്ങൾ കാണാനാകുന്നുണ്ട്. പുതിയ പില്ലറുകളും മുന്നിലും പിന്നിലെയും ഡോറുകളും വിൻഡോകളിലും മാറ്റങ്ങൾ കാണാനാകും. വിൻഡോ ലൈനിനൊപ്പം ഒരു ക്രോം ലൈനിങ് നൽകിയിരിക്കുന്നതും പ്രീമിയംനെസ് വർദ്ധിപ്പിക്കുന്ന ഘടകമാണ്. പിൻഭാഗത്തേക്ക് വന്നാൽ പുതുതലമുറ ഡിസൈൻ അതിൻ്റെ നിലവിലെ പതിപ്പിന് ഏതാണ്ട് സമാനമായി തോന്നുമെങ്കിലും നിരവധി പുതിയ ഘടകങ്ങൾ ഉൾക്കൊള്ളിക്കാൻ മാരുതി മറന്നിട്ടില്ല. ഒരു ടാമർ റിയർ ബമ്പർ ഡിസൈൻ മാറ്റങ്ങളെ പൂർത്തീകരിക്കുന്നുണ്ട്. ഇത് പുതുക്കിയ രൂപവും നൽകുന്നു. ക്യാബിനുള്ളിൽ 4ാം തലമുറ സ്വിഫ്റ്റിൻ്റെ സവിശേഷതകളും സംവിധാനങ്ങളും തന്നെയായിരിക്കും ഡിസയറിനും കടമെടുക്കുക. ഡാഷ്ബോർഡ് വലിയ മാറ്റമില്ലാതെ തുടരും. പുതിയ സെൻട്രൽ AC വെന്റുകൾ, വലിയ 9 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സ്ക്രീന്, വലിയ മാരുതി മോഡലുകളിൽ നിന്നുള്ള ടോഗിൾ സ്റ്റൈൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എന്നിവ ഇന്റീരിയറിൽ വരുന്ന കാര്യങ്ങളായിരിക്കും. സേഫ്റ്റിയിലും നിലവിലെ മോഡലുകളിൽ നിന്നും വലിയ മാറ്റങ്ങൾ കണ്ടേക്കാം. പുതിയ ഡിസയർ അതിൻ്റെ എഞ്ചിൻ ഓപ്ഷനുകൾ 1.2 ലിറ്റർ 3 സിലിണ്ടർ Z സീരീസ് നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് സംസാര വിഷയം. 82 bhp പവറിൽ പരമാവധി 108 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഈ എഞ്ചിൻ പെർഫോമൻസും മൈലേജും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നൽകുന്നതിൽ ആളുകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. നിലവിലെ K സീരീസ് 4 സിലിണ്ടർ എഞ്ചിനുമായി താരതമ്യം ചെയ്യുമ്പോൾ പെർഫോമൻസ് കുറവായിട്ടുണ്ടെങ്കിലും പുതിയ എഞ്ചിന് 24.5 km/ലിറ്റർ വരെ മൈലേജ് ഉണ്ട്. പുതിയ തലമുറ ഡിസയറും പുതിയ തലമുറ സ്വിഫ്റ്റും ഇന്ത്യൻ വാഹന വിപണിയിലേക്ക് കൊണ്ടുവരാൻ ഒരുങ്ങുന്ന മാരുതി മെച്ചപ്പെടുത്തിയ ഫീച്ചറുകൾ, പുതുക്കിയ ഡിസൈൻ, സൂപ്പർ പെർഫോമൻസ് എന്നിവ സമാന്തരം ചാലിച്ചെത്തുമ്പോൾ പ്രതീക്ഷകൾ വാനോളം ഉയരുകയാണ്. നിലവിൽ സെഡാനുകൾക്ക് ഇന്ത്യൻ വിപണിയിൽ ഡിമാൻഡ് കുറഞ്ഞു വരികയാണെങ്കിലും ഡിസയറിന് ഇതൊക്കെ മറികടക്കാനാകും. സെഗ്മെന്റിൽ ഹോണ്ട അമേസ്, ടാറ്റ ടിഗോർ, ഹ്യുണ്ടായി ഓറ എന്നീ മോഡലുകളാണ് പ്രധാന എതിരാളിയായി മാറുന്നത്. ഏവർക്ക് ഈ വീഡിയോ ഇഷ്ടമായി ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.